ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് എഗ് മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്, 2 സവോള, ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ, ഒരു ടൊമാറ്റോ, 4 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണിത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നീട് നമുക്ക് വേണ്ടത് 2-ാം പാലും 3-ാം പാലും ആണിത്. 1-ാം പാല് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നുണ്ട്. 1-ാം പാൽ അത് നമ്മൾ ഏറ്റവും അവസാനം ഒഴിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി 1 മിനിറ്റ് ഒന്ന് വഴറ്റണേ. അതിനുശേഷം സവോള, പച്ചമുളക് അത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ സവോള അങ്ങ് വഴന്ന് കിട്ടുവേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. നല്ല പെട്ടെന്ന് സവോള കരിയുന്ന ഒരു ഇത് വരും. ഞാനിവിടെ 4 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിനകത്ത് നമ്മൾ ചില്ലി പൗഡർ ഉപയോഗിക്കത്തില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് നമ്മൾ ഈ കറിക്കകത്ത് വരുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അതും കൂടി ഇട്ടങ്ങ് വഴറ്റണേ. അപ്പോൾ എണ്ണയ്ക്കകത്തിട്ട് അതൊന്ന് മൊരിയുമ്പോഴേ ഒരു പ്രത്യേക രുചിയാണ് പൊട്ടറ്റോസിന്. ഇത് 2-3 മിനിറ്റ് ഈ പൊട്ടറ്റോ ഇതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. സവോളയൊക്കെ ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയും കൂടെ നന്നായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആയി അത് ഒന്ന് സോഫ്റ്റ് ആകണേ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇതിന് നമ്മൾ കുറച്ച് സമയം എടുത്ത് അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. പെട്ടെന്ന് നമ്മൾ ഓരോന്നങ്ങ് ചെയ്ത് ചില കറികളുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചില കറികളുണ്ട്. ചിലതൊക്കെ ഇതുപോലൊന്ന് വഴറ്റി ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് സിമ്മിലേക്ക് ആക്കിയേക്കണേ. തീ കുറച്ച് വെക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണേ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ടിനെല്ലാം റെഡിയാവും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം. സിമ്മി വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളമോ പാലോ ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആ എരിവെല്ലാം ആ പൊട്ടറ്റോസിലും എല്ലാം നല്ല പോലെ ഒന്ന് പിടിച്ച് പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണം എല്ലാം അങ്ങോട്ട് മാറിയിട്ട് അന്നേരത്തേന് ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് വേവുകയും ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് നമുക്ക് ഇതുപോലെ വെക്കാം. 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതിയേ. നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റായേ. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരത്തേന് ഇതാണ്ട് കണ്ടോ, ആ ടൊമാറ്റോയും മറ്റേ സവോളയും എല്ലാം ഒന്ന് വഴന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാലും 3-ാം പാലും ഒഴിക്കണേ. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി തീ കൂട്ടി കൊടുക്കണം. ഇനിയെ നമ്മൾ സിമ്മിലായിരുന്നല്ലോ ഇത് വെച്ചിരുന്നത്. ഇനി ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പ് വേണേ. പൊട്ടറ്റോ ഒക്കെ ഉള്ളപ്പോഴേ ഉപ്പ് അതിൽ കുറേ പിടിക്കും. അപ്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റായേ. ഈ പൊട്ടറ്റോ വെന്തോന്നൊന്ന് നോക്കണേ. സ്വല്പം കൂടെ ഇനി വേവാനുള്ളൂ. ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം. മുട്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണേ. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇതിനകത്തോട്ട് കയറാനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്.
ഈ ഒരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യണം. എന്നിട്ട് തന്നെ ആ ഉരുളക്കിഴങ്ങും മുട്ടയിൽ നല്ലപോലെ മസാലയും ഒക്കെ പിടിക്കും. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യുവേ. ഇനി ആ സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുന്നത്. നമ്മളിതൊന്ന് തുറന്ന് നോക്കാവേ. നല്ലപോലെ ചാറൊക്കെ കുറുകി ഈ പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാലം ഒഴിച്ചു കൊടുത്താൽ മതി. 1/4 പാലം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ സിമ്മിലാണ് ഞാൻ വെച്ചേക്കുന്നത്. 1/4 പാൽ ഒഴിച്ച് കഴിയുമ്പോൾ സിമ്മിലോട്ട് മാറ്റണം. പിന്നെ വലുതായിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ എഗ് മപ്പാസ് ഇവിടെ റെഡിയായേ. ഇനി നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയാൽ മതി. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള എഗ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് ചോറിൻ്റെയും കള്ളപ്പം, പാലപ്പം, പൊറോട്ട, ചപ്പാത്തി, പുട്ട് ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് പോകുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.